ഹായ് ഫ്രണ്ട്സ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഞാനൊരു കല്യാണത്തിന് പോകാൻ കേട്ടോ. അതിനുള്ള ഒരു ഒരുക്കങ്ങളാണ് കാണുന്നത്. പിന്നെ എല്ലാവരും ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോൾ എനിക്കൊരാഗ്രഹം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം. അപ്പോൾ ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ എടുക്കുന്ന പോലെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. അവരൊക്കെ ഇടുന്ന പോലെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്യൂട്ടി വ്ളോഗർ അശ്വതി മലയാളത്തിലെ അശ്വതി ചേച്ചി കേട്ടോ. ആ ചേച്ചി ഇടുന്ന പോലെ മോയ്സ്ചറൈസറും പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇടുമല്ലോ, ഫൗണ്ടേഷൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് സൺസ്ക്രീൻ ഇടുന്നു, കാരണം വെയിലായതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, സാധാ നമ്മുടെ പൗഡർ, അത് ഇടുന്നുണ്ട്. ഇതൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല, കാരണം ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വീടിൻ്റെ പടി ഇറങ്ങുമ്പോഴേക്കും ഞാൻ വേർത്ത് കുളിച്ചിരിക്കും. പിന്നെ അതെല്ലാം ഒലിച്ചു പോകും. പിന്നെ അതൊക്കെ ഇടുന്നത് ഇപ്പോൾ ഇതിനിപ്പോൾ വീഡിയോ എടുക്കലെന്ന് വെച്ചാൽ ഇടുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കണ്ണെഴുതുന്നുണ്ട്. എനിക്ക് കണ്ണെഴുതുന്നത് ഇഷ്ടമാണ്, പക്ഷേ കണ്ണിൻ്റെ ഇടയിലെ കറുപ്പ് ഉള്ളതുകൊണ്ട് കണ്ണെഴുതിയാലൊന്നും കാണില്ല. എന്നാലും ഞാൻ എഴുതുന്നുണ്ട്. പിന്നെ അതൊരു കറുപ്പ് പൊട്ട് തൊടുന്നുണ്ട് കേട്ടോ. ഞാനൊരു സാരിയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ബ്ലാക്ക് സാരി ആട്ടോ എടുക്കുന്നത്. കണ്ടോ, ഈ ബ്ലാക്ക് സാരിയും പിന്നെ ഈ ഒരു കോപ്പർ ഷെയ്ഡുള്ള അതിൻ്റെ തന്നെ ബ്ലൗസാട്ടോ എടുക്കുന്നത്. ബ്ലൗസ് എൻ്റെ അച്ചടിച്ചതാട്ടോ. അപ്പോൾ ഭംഗിയുണ്ടെങ്കിൽ പറയണേ ഗൈസ്. കണ്ടോ, ഞാൻ മുടി കെട്ടാണ്. അപ്പം നമ്മുടെ സാധാ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കെട്ടുന്നത്. നമുക്ക് വേറെ ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ അവിടെ നോക്കുന്ന എൻ്റെ കസിൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അവരാട്ടോ നോക്കിയിട്ട് അവരോടാട്ടോ ഞാൻ വർത്താനം പറയുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ട് സൈഡിൽ നിന്ന് 2 പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് കുത്തുമല്ലോ. പണ്ടൊക്കെ നമ്മൾ ഈ 2 ഭാഗത്ത് നിന്നിട്ട് ഇഴയെടുത്ത് മടഞ്ഞ് കെട്ടാന്നൊക്കെ പറയാം ഞങ്ങളിവിടെ. അങ്ങനെയാട്ടോ കെട്ടിയിരുന്നു. പിന്നെയാണ് ഇങ്ങനെയൊക്കെ 2 സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ സ്ലൈഡ് ഉണ്ടല്ലോ, ടിക് ടാക്ക്, അതിങ്ങനെ കുത്താട്ട് ചെയ്യുന്നത്. സ്ഥിരം ഞാൻ ഇങ്ങനെ തന്നെ കെട്ടാറ്. കാരണം ഇപ്പോൾ ഞാൻ മുടി പയച്ച് ഇടുന്നുണ്ട്. കാരണം ഇപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ കൂടിയും ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കെട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വട്ടക്കെട്ട് കെട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാ മുടിയെടുത്ത് കിടക്കയിൽ ക്ലിപ്പ് ഇടുകട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോവുമല്ലോ, അപ്പോൾ ഇത്തിരി ഒരുങ്ങി കെട്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 സൈഡും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വള ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ മറ്റേ ഒരു കോപ്പർ ഷെയ്ഡുള്ള കുപ്പിവളം പിന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ കളർ മിക്സ് ചെയ്തിട്ടാട്ടോ. എനിക്കിങ്ങനെ കുപ്പിവളം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ മാളും ആട്ടോ എനിക്ക് മുല്ലപ്പൂ വെച്ച് തരുന്നത്. അപ്പോൾ എനിക്ക് ബാക്കിലോട്ട് കാണുന്നില്ല. പിന്നെ അവളുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും ഞാൻ കട മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കല്യാണത്തിനൊക്കെ പോവല്ലേ, കുറച്ച് ഓവറായോ, ആൾക്കാരെന്നെ കളിയാക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതേ ഒരു കമ്മലാട്ടം ഞാൻ ഇടുന്നത്. ഇതും കുറച്ച് ഓവറായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ സാരമില്ല, കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയൊരു കൊട്ടക്കമ്മൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് വലിയ കമ്മലൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മറ്റുള്ളവർ പറയും കാത് തൂങ്ങത്തില്ലേ, അയ്യോ കാതിൻ്റെ ഓട്ട വലുതാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു തോന്നും. പക്ഷെ ഞാൻ പറയും സാരമില്ല, കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാവാറില്ല എന്നൊക്കെ പറയട്ടെ. ഞാൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതൊക്കെ ഇട്ടിടുന്നത്. പിന്നെ ഒരു കാര്യം മറന്നു, സിന്ദൂരം തൊട്ടേക്കാം, ഇല്ലെങ്കിൽ ചില ചേച്ചിമാർക്ക് കുരു പൊട്ടും. ഉണ്ടോ, സിന്ദൂരൊക്കെ തൊട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇതാട്ടെ എൻ്റെ ഫൈനൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്